കഴിഞ്ഞ ദിവസങ്ങളിലായി ജനങ്ങൾ പൊതുവെ ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ മെറ്റ മരവിപ്പിച്ചു. മുന്നറിയിപ്പൊന്നും ഇല്ലാതെയായിരുന്നു നടപടി. അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതിന് തൊട്ട് മുൻപായി ഇവർ പോസ്റ്റ് ചെയ്ത കണ്ടന്റുകൾ നോക്കിയാൽ തന്നെ കാരണം വ്യക്തമാണ്. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള ബന്ധം, അവർ തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, ട്രംപിന്റെ വിശ്വസ്തനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാപാര ഇടപാടുകളിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങുന്നത്, ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ, കണക്കുകൾ, വിവരങ്ങൾ, എപ്സ്റ്റീൻ ഫയലുകൾ എന്നിങ്ങനെ പോകുന്നു ഈ അക്കൗണ്ടുകളിൽ നിന്ന് അവസാനമായി പോസ്റ്റ് ചെയ്യപ്പെട്ട വാർത്തകൾ. പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ മുതൽ ഈ അക്കൗണ്ടുകളൊന്നും ലഭ്യമല്ല. എത്ര എളുപ്പം! പാഠപുസ്തകങ്ങളിൽ നിന്ന് ചരിത്രത്തെ മാച്ചുകളയുമ്പോൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗാന്ധിജി മരിച്ചത് ഓട്ടോറിക്ഷ ഇടിച്ചാണ് എന്ന വിവരം കൊടുക്കുമ്പോൾ, മോദി ഭരണത്തിൽ ആക്രമിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളുമുണ്ട്. ദേശാഭിമാനിയുടെ ഇൻസ്റ്റഗ്രാം പേജും മെറ്റ മരവിപ്പിച്ചിരുന്നു. മലയാളത്തിലെ ഓൺലൈൻ ചാനലായ നോക്യാപ്, ദേശീയ തലത്തിൽ പ്രഗത്ഭരുടെ പോലും ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ദി വയർ എന്നിവയാണ് മറ്റുള്ളവ. കഴിഞ്ഞ ദിവസം അദാനി ഗ്രൂപ്പിനെ അപകീർത്തിപ്പെടുത്തി എന്നാരോപിച്ച് രവി നായർ എന്ന മാധ്യമപ്രവർത്തകന് ഗുജറാത്തിലെ മാൻസ മജിസ്ട്രേറ്റ് കോടതി 1 വർഷം തടവും പിഴയും വിധിച്ചിട്ടുണ്ട്. ഇതാണ് മോദി ഭരണത്തിന് കീഴിലെ ജനാധിപത്യ ഇന്ത്യ. ജനാധിപത്യത്തിന്റെ 4ാം തൂണായി മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാം. പക്ഷേ പ്രവർത്തിക്കാനുള്ള മാർഗരേഖയും നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലിസ്റ്റായി നൽകും. അതിൽ നിന്ന് വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അക്കൗണ്ട് പൂട്ടേണ്ടി വരാം, ED റെയ്ഡ് നേരിടേണ്ടി വരാം, ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി തന്നെ വന്നേക്കാം. ന്യൂസ് ക്ലിക്കിനെതിരെ UAPA കുറ്റം ചുമത്തിയാണ് എഡിറ്റർ പ്രബീർ പുർക്കായസ്തിയെയും അമിത് ചക്രവർത്തിയെയും അറസ്റ്റ് ചെയ്തത്. ഇന്നും ന്യൂസ് ക്ലിക്ക് മോദി ഭരണത്തിലെ വർഗീയ ഭീകരതകളെ തുറന്നു കാണിക്കുന്നു. 2002 ഗുജറാത്ത് കലാപത്തിലെ മോദിയുടെ പങ്ക് എടുത്തു പറഞ്ഞ BBC-യുടെ ഇന്ത്യ ദി മോദി ക്വസ്റ്റൻ എന്ന ഒറ്റ ഡോക്യുമെന്ററിയുടെ പേരിൽ BBC-ക്ക് നേരിടേണ്ടി വന്നത് 3 ദിവസത്തോളം നീണ്ടുനിന്ന ഇൻകം ടാക്സ് പരിശോധനയാണ്. ഡോക്യുമെന്ററി ഇന്ത്യയിൽ നിരോധിച്ചിട്ട് പോലും കലിയടങ്ങാതെ മോദി ഭരണകൂടം കേന്ദ്ര ഏജൻസിയായ ഇൻകം ടാക്സിന് ഒരു വേട്ടമൃഗത്തെ പോലെ അഴിച്ചുവിടുകയായിരുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും 20ഓളം വർഷങ്ങൾക്കിപ്പുറവും ഗുജറാത്തിൽ നടന്ന വംശഹത്യയും എഹ്സാൻ ജാഫറിയുടെ കൊലപാതകവും രാജ്യം ചർച്ച ചെയ്തു. നേതൃത്വമാറ്റം സംഭവിക്കുന്നതിന് മുൻപ് NDTV സ്ഥാപകരായ പ്രണോയ് റോയ്ക്കും രാധിക റോയ്ക്കുമെതിരെ CBI ED അന്വേഷണങ്ങൾ നടന്നിരുന്നു. അതിനുശേഷമാണ് ഗൗതം അദാനി NDTV ഏറ്റെടുക്കുന്നത്. ഇപ്പം അവർ സേഫാണ്. ചുരുക്കി പറഞ്ഞാൽ സത്യം പറയുന്ന മാധ്യമങ്ങൾ, മാധ്യമപ്രവർത്തകർ, എന്തിന് സംസ്ഥാനങ്ങൾ പോലും മോദി ഭരണത്തിൽ അരക്ഷിതാവസ്ഥയിലാണ്. ഇപ്പോഴത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് കിട്ടിയ കടലാമയും തേങ്ങയും ധാതു ഇടനാഴിയും ഒക്കെ ഇതിന്റെ ബാക്കി പത്രങ്ങളാണ്. ഫെഡറൽ സംവിധാനങ്ങളുള്ള ഒരു രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ നെഞ്ചും വിരിച്ചെന്ന് പറയുന്നു, കേരളത്തിൽ BJP വിജയിപ്പിച്ചാൽ നിങ്ങൾക്ക് റെയിൽപാതയും എയിംസും ഒക്കെ തരാമെന്ന്. BJPക്ക് വാഴ്ത്തുപാട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാമെന്ന ഭീഷണി പൊതുമധ്യത്തിൽ നടത്തുന്ന ഈ വർഗീയവാദികൾ തിരിച്ചറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ആത്മാഭിമാനവും നിലപാടും പണയം വയ്ക്കാത്ത ഇനിയും മനുഷ്യരും ആശയങ്ങളും മാധ്യമങ്ങളും ഇവിടെയുണ്ട്. എങ്ങനെയൊക്കെ നിശബ്ദരാക്കാൻ നോക്കിയാലും അവർ സത്യം മറനീക്കി പുറത്തേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ഗാന്ധിയെ ഗോഡ്സെ കൊന്നതാണെന്നും, ഗുജറാത്തിലെ വർഗീയ കലാപം ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടന്നതാണെന്നും, മണിപ്പൂരിൽ മോദി സർക്കാർ മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കുന്നതാണെന്നും, രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ മോദിയുടെ പിന്തുണയോടെ വർഗീയവാദികൾ വേട്ടയാടുകയാണെന്നും ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഞങ്ങളുടെ ലക്ഷ്യം വർഗീയവും രാഷ്ട്രീയവുമായ ലാഭങ്ങളല്ല, മനുഷ്യരുടെ ഉന്നമനവും പുരോഗതിയുമാണ്.